അസ്സലാമലൈക്കും. ഈ കോൺഗ്രസ്സിന് ഒരു നയമുണ്ട്. അതായത് പുറമേലൊക്കെ ഒന്ന് പറയുക, അകത്തിൽ ചതി ഉറപ്പിക്കുക. അതാണ് ഈ കോൺഗ്രസ് ഏകദേശം ഒരുപാട് കാലങ്ങൾ മുസ്ലിങ്ങളെ ചതിച്ചിട്ട് ഇന്ന് ഈ നിലയിലെത്തിയെന്ന് ഞാൻ തെളിവ് സഹിതമാണ്, വെറുതെ പറയുന്നതല്ല. കാരണം ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ കാസർഗോഡ് ഇന്നലെ പ്രസ് ക്ലബ്ബിൽ നമ്മൾ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന, അതായത് MP നിലവിൽ ഉള്ളതും എന്നെ MP ആവാനും പോകുന്നതായിട്ടുള്ള ഉണ്ണിത്താനോട് പ്രസ് ക്ലബ്ബിൽ നിന്ന് പത്രപ്രവർത്തകർ ചോദിച്ചു, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ക്ഷുഭിതനായിക്കൊണ്ട് നമ്മുടെ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു വാക്ക്, ആ വാക്കൊന്ന് ആദ്യം കേൾക്കുക, എന്നിട്ട് നമുക്ക് പിന്നെ സംസാരിക്കുക. കോൺഗ്രസിന് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ, അദ്ദേഹത്തോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ വന്ന് എന്നോട് ചോദിക്കണ്ട. പറയട്ടെ, ഞാൻ കാസർഗോട്ടെ പത്രക്കാരോട് സംസാരിക്കുന്നത്. ഞാൻ കാസർഗോഡ് MP ആണ്. ഇന്ത്യയിൽ 54 MP-മാരുള്ള ഒരു MP ആണ് ഞാൻ. നിങ്ങൾക്ക് കാസർഗോഡ് ഏത് വിഷയം എന്നോട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ ചോദിക്കേണ്ട ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും മരിച്ചിട്ടില്ല. യു ക്യാൻ ഗോ. പറയട്ടെ, സംബന്ധിച്ച് പ്രാധാന്യമില്ലാത്ത വിഷയമാണ്. അല്ലാതെ അത് ഇങ്ങോട്ടൊക്കെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വിഘടനവാദം വളർത്താനാണ്, വർഗീയത ആളിക്കെത്തിക്കാനാണ്. അതുകൊണ്ട് നിങ്ങളെ പോലൊരു വർഗീയവാദിയുമായി ഈ വിഷയത്തെക്കുറിച്ച് സംവദിക്കാൻ ഞാനില്ല. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് പറയട്ടെ, ഞാൻ പറയട്ടെ. അങ്ങനെയൊന്നുമല്ല. ഈ നിങ്ങൾ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾ ദയവായി എന്നോട് ചോദിക്കരുത്. വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്നു. വിഷയം ബാലിശമായ വിഷയമാണോ? വർഗീയപരമായ ചോദ്യങ്ങൾ എന്നോട് ആരും ചോദിക്കരുത്, ഉത്തരം ഞാൻ തരില്ല. കേട്ടില്ലേ? അതായത് ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MP-യോട് നമ്മളെ ഈ നാടിൽ ഇന്ന് നിലവിൽ നടക്കുന്ന വലിയ ക്രൂരമായ ഒരു പ്രശ്നമാണ് പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. വളരെ കൂടുതൽ അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആശങ്കയിലൂടെ ജീവിക്കുകയാണ്. പല രൂപത്തിലും പല ഭാഗങ്ങളിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുകയാണ്. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഉണ്ണിത്താനോട് ചോദിക്കുമ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞത്, അത് എൻ്റെ തലപ്പത്തുള്ള മല്ലികാർജുൻ ഖാർഗെയോട് ചോദിക്കണം. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ നയവും RSSൻ്റെ നയവും രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ RSS എന്ത് തീരുമാനം എടുക്കുന്നു അതല്ലേ വിജയിപ്പിക്കലാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പണി എന്നുള്ളത് അടുത്ത കാലത്തുള്ള പല കാര്യങ്ങളും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ മല്ലികാർജുൻ ഖാർഗെയോട് ചോദിക്കണമെന്ന് പറയുന്നത് പിന്നെ ഈ ഉണ്ണിത്താൻ ഞമ്മക്കിടുന്നതിന് ഒരു MP ആയിട്ട് നമുക്ക് മല്ലികാർജുൻ ഖാർഗെയോട് നിർത്തിക്കൂടെ? അതല്ലേ വേണ്ടത്. അല്ലാതെ മല്ലികാർജുൻ ഖാർഗെയോട് ചോദിക്കാൻ വേണ്ടി നമ്മളാരും ഇവിടുന്ന് പോകുന്നു. അപ്പോൾ ഇവരുടെ നയം ഇങ്ങനെയാണ്. അതായത് മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും ഉണ്ട പ്രശ്നങ്ങളെ സമരത്തിൻ്റെ രൂപത്തിൽ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഇന്നത്തെ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണത്. അല്ലെങ്കിൽ അവരെ മനസ്സിനുള്ളിലുള്ള വർഗീയ വിഷം ഉള്ളിലുള്ളത് പുറത്ത് ചില സന്ദർഭത്തിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. കാരണം ഒരുപാട് കാര്യങ്ങളിപ്പം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എവിടെയാണ് ഈ രാഹുൽ ഗാന്ധി ഒരു യാത്രയും വേറൊരു യാത്രയും നടത്തിയത് അല്ലാതെ കണ്ട്, അതിന് ഒരുപാട് വയസ്സന്മാരെയും കുട്ടികളും കെട്ടിപ്പിടിച്ച് എന്നല്ലാതെ കണ്ട് മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഈ ആക്രമിക്കപ്പെടുന്നവർ എന്തെങ്കിലും ഇതുവരെ സംസാരിച്ചിരുന്നു? കാരണം അവർക്കത് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പല നിയമങ്ങളും കൊണ്ടല്ലോ, എല്ലാം പാസ്സാക്കിയില്ലേ നരേന്ദ്രമോദി. ഇവരെന്താണ് ചെയ്തത്? അങ്ങനത്തെ ബില്ലൊക്കെ വരുമ്പോൾ ഉത്തരം മുട്ടിയിട്ട് ഇവരൊക്കെ ഇറങ്ങിപ്പോയത്. രാഹുൽ ഗാന്ധി ചെയ്തതും കോൺഗ്രസ് ചെയ്തതും അതാണ്. പിന്നെ നരേന്ദ്രമോദിനെ കള്ളൻ എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ കോടതി കയറി ഇറങ്ങി. അല്ലാതെ കണ്ട് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തിവർ ചെയ്തിന്? അല്ലെങ്കിൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തിനും ഉത്തരവാദി ഇതേ കോൺഗ്രസ് തന്നെയല്ലേ? ഇവർ തന്നെ. ഞാൻ പറയാൻ കാരണം ഇവർ കോൺഗ്രസിൻ്റെ നയം തന്നെയാണ് പറയുന്നത്, നമ്മളല്ല പറയുന്നത്. ബാബരി പള്ളി പൊളിച്ച സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രഗത്ഭനായ നേതാവ് ആൻ്റണി പറഞ്ഞത് അഭിപ്രായം എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് പറഞ്ഞ ഭൂരിപക്ഷത്തിൻ്റെ വികാരം മാനിക്കണമെന്ന് തന്ന മറുപടി മുസ്ലിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരൻ പള്ളി അവിടെ തന്നെ കെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ചതിച്ചു. പള്ളി കെട്ടി തന്നില്ല, വാക്ക് വാരിച്ചില്ല.
അമ്പലം കെട്ടാൻ സഹകരിച്ചു, കുടിയാകുമ്പം പോകണോ, ഉദ്ഘാടനത്തിന് പോകണോ, കുച്ചിയടിക്കുമ്പോൾ പോകണോ, ഉദ്ഘാടനത്തിന് പോകണോ ഒക്കെ പറഞ്ഞ് അത് ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസ് ഉണ്ടാക്കി. ലാസ്റ്റ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് ക്ഷണിക്കാത്ത സമയത്തും അവർ പറഞ്ഞു ഞങ്ങളെ കൊണ്ടല്ലേ നിങ്ങൾക്ക് അമ്പലം കെട്ടാൻ സാധിച്ചില്ല, ഞങ്ങളില്ല അമ്പലം കെട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസ് തന്നെ തുറന്നു പറഞ്ഞു. ഞമ്മ വെറുതെ പറയുന്നതല്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ കോൺഗ്രസിൻ്റെ തലപ്പത്ത് തന്നെ ഈ വർഗീയ ചിന്താഗതി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മുടെ ശശി തരൂർ മറ്റേ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടിപ്പിക്കാൻ വേണ്ടി റാലി രാഷ്ട്രീയം എല്ലാവരും കഴിഞ്ഞിട്ടനുസരിച്ച് ഇവർ ലാസ്റ്റ് വെറുതെ ഒന്ന് കഴിച്ചു കൂട്ടിയത്. എന്നിട്ടും അതിൽ ശശി തരൂർ വന്നിട്ട് പറഞ്ഞെന്താണ്, ഇസ്രായേലിനെ ആക്രമിച്ചത് മുസ്ലിം തീവ്രവാദികൾ. അതിനെ തിരുത്തുന്നോ എന്നിപ്പോൾ രണ്ടാമത് തിരുവനന്തപുരത്ത് ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന സമയത്തും പത്രക്കാർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് കോൺഗ്രസിൻ്റെ നയമാണെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ സ്വന്തമായിട്ടൊന്നും പറയാറില്ല എന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ത് പറയണമെന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പം സുധാകരൻ പറഞ്ഞതോ, സുധാകരൻ പറഞ്ഞത് ഞാൻ വേണ്ടി വന്നാൽ ഇനി RSSലേക്ക് പോകും, കാരണം അവർക്ക് ശാഖയൊക്കെ നടത്താൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തു. ഞാൻ അതിനെ എതിർത്തിട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ് വേണ്ടി വന്ന് ഞാൻ ഇപ്പോൾ പോയ RSSലേക്ക് എന്ന് പറഞ്ഞവനാണ്. ആര്? ആ ആളാണ് ഇപ്പോൾ നമ്മളെ കണ്ണൂർ സ്ഥാനാർത്ഥി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ണിത്താൻ്റെ കഥ മനസ്സിലായില്ലേ? ഉണ്ണിത്താൻ പറഞ്ഞ മറുപടി നമ്മളോട് ഇത്. അതുപോലെ VD സതീശൻ ഇപ്പോൾ പിണറായി വിജയനോട് അപ്പം പറയുന്നത് നിങ്ങൾ പൗരത്വ ബില്ലിനെ പറ്റിയിട്ട് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇത്. കാരണം വെച്ചെങ്കിൽ അവർ പറയുന്നില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ മുസ്ലിങ്ങൾ അതിനെ കണക്കിലെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനോട് സതീശൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട്? അപ്പോൾ കോൺഗ്രസിന് എങ്ങനെ? അതുപോലെ തന്നെ ഒരു പൊട്ടനായ ഒരു MMS ഉണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഇന്ന് വരെ സംസാരിക്കാറുണ്ടോ? കോൺഗ്രസിൻ്റെ നേതാവല്ലേ ഇത്? എന്താണ് ഇന്ന് വരെ ഈ ചരിത്രത്തിൽ ഈ MMS എന്ന് പറയുന്ന ആൾ മുസ്ലിങ്ങളെ നേർക്ക് വരുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ച് നിങ്ങൾക്ക് ആയിരിക്കും തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ കോൺഗ്രസിൻ്റെ നയം ഇതാണ്. അപ്പോൾ VD മറ്റേ നമ്മൾ ഉണ്ണിത്താൻ പറഞ്ഞ കണ്ടില്ലേ? അപ്പോൾ ഉണ്ണിത്താനെ വിജയിപ്പിക്കാൻ തന്നെയാണ് നമ്മളെ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ. ലീഗ് ഘടകകക്ഷിയാണല്ലോ. ആ ലീഗിൻ്റെ നേതാവ് എന്നുള്ള നിലക്ക് സാദിഖലി തങ്ങൾ ഒരു 3-4 മാസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ലീഗിൻ്റെ പ്രവർത്തകർ ലീഗിന് വേണ്ടി പ്രവർത്തിച്ചാൽ അർഷിൻ്റെ തണലും കൂടെ കിട്ടുമെന്ന്. അത്രയും പ്രസക്തിയുള്ളതാണ് ഈ ലീഗിൻ്റെ പ്രവർത്തി. ആർക്ക്? ലീഗിനെ പ്രവർത്തിച്ചിട്ട് ലീഗിൻ്റെ വോട്ടുണ്ടാക്കിയിട്ട് ഇതാ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുത്തിട്ട് ഇവരെ ഭരണത്തിൽ കയറ്റാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് എനിക്ക് അർഷിൻ്റെ തണൽ കിട്ടുമെന്നായിരിക്കും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ല പിന്നെന്ത് പറയാൻ? ഇവർക്കല്ലേ വോട്ട് കൊടുക്കേണ്ടത്. ഈ കോൺഗ്രസ്സുകാരല്ലേ ഇത്രയും കാലം മുസ്ലിങ്ങൾ വിശ്വസിച്ചത് അല്ലേ? ഇപ്പം മറ്റുള്ള പല പ്രശ്നങ്ങൾക്കും എത്ര കാലങ്ങളായി മാർക്സിസ്റ്റ് പ്രവർത്തിക്കുന്നു. ഇവർ ഏതെങ്കിലും ഒന്നിന് പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാ? അവിടെ ഇവിടെ ഇരുന്നിട്ട് വരുന്നല്ലാണ്ട്. സുധാകരൻ പറഞ്ഞേ അറിയോ ഈ പൗരത്വമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ഭരണം കിട്ടിയെങ്കിൽ ഞങ്ങൾ കടലെറിയുന്നു. എന്തിയെ ഈ പാസ്സാക്കിയ വലിയ കടലസിനെ ഭരണം കിട്ടിയിട്ടില്ലെങ്കിലോ എവിടെയെങ്കിലും മൂലയിൽ കുത്തിരിക്കുമെന്ന്. ഏതായാലും ഭരണം കെട്ടിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നതിനോട് തങ്ങളോട് പറയാനുള്ളത് അർഷിൻ്റെ തണലല്ല, നരകത്തിൽ ലാസ്റ്റ് രക്ഷപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അള്ളാഹു തആല ലാസ്റ്റ് സങ്കടം കൊണ്ട് നമ്മളോട് കരുണ കാണിച്ചിട്ട് എടുക്കുന്നത്. ആ കൂട്ടത്തിൽ കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് മുസ്ലിം സമുദായത്തോട് ആഹ്വാനം ചെയ്യണമെന്ന് എനിക്ക് സാധിക്കുന്നതോട് പറയാനുള്ളത്. നിങ്ങൾക്കൊരു വില വേണ്ട, നിങ്ങൾക്ക് കുറച്ച് പ്രൗഢിയൊക്കെ ഇട്ട് ഏതായാലും റംസാൻ മാസമല്ലോ, കോൺഗ്രസ്സുകാരിൽ നിന്ന് വിളിച്ചിട്ട് നോമ്പും കൂടെ ഉറപ്പിക്കണമെന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുണ്ടോ. ഈ പൗരത്വ ബില്ലുമായിട്ട് ചോദിച്ചപ്പോൾ ഉണ്ണിത്താൻ കൊടുത്ത മറുപടി ഇല്ലേ, അത് കാസർഗോഡ് ജില്ലയിലുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതിന് മറുപടി അത്രേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.